കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയുടെ ഒരു കണക്ക് പ്രകാരം അഴിമതി എന്ന് പറയുന്നത് കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റുള്ളവർ നടത്തിയാൽ അതെല്ലാം പുണ്യകർമ്മം എന്നും അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളായ ഇ.ഡിക്കും CBIക്കുമെല്ലാം കോൺഗ്രസിനെ നോക്കാൻ മാത്രമേ സമയമുള്ളൂ എന്നർത്ഥം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിൻ്റെ വസതിയടക്കം ഛത്തീസ്ഗഡിലെ നിരവധി ഇടങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കയറി ഇറങ്ങുകയാണ്. വ്യാപകമായ റെയ്ഡ് നടത്തുകയാണ്. അതിന് മദ്യ അഴിമതിയുമായുള്ള ഒരു ബന്ധം ഏർപ്പാടാക്കിയിട്ടുണ്ട്. മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടക്കുന്നത് എന്നാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ മുൻ മുഖ്യമന്ത്രിയും ഛത്തീസ്ഗഡിലെ ജനകീയ നേതാവുമാണ് ഭൂപേഷ് ബാഗൽ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് ചെറിയ സീറ്റിൻ്റെ വ്യത്യാസത്തിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം വളരെ ജനകീയനാണ് ഛത്തീസ്ഗഡിൽ. മുൻ മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള 14ഓളം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുമ്പോൾ അത് ഭൂപേഷ് ബാഗൽ എന്ന മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ച് തന്നെയാണ്. റെയ്ഡിൻ്റെ ഭാഗമായി നിരവധി രേഖകൾ ED അധികൃതർ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടുന്നുമില്ല. ബി.ജെ.പിയെയും ബി.ജെ.പിക്ക് MP-മാരെ ഉണ്ടാക്കിക്കൊടുക്കുന്ന CPM പോലെയുള്ള പാർട്ടികളെയും അവർക്കെതിരെ അവരുടെ നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണവുമെല്ലാം മൂലയ്ക്ക് ഒളിപ്പിച്ചു വെക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാക്കളെ തിരഞ്ഞു പിടിച്ച് ED പൊക്കുന്നത്. നമുക്കറിയാം കരുവന്നൂർ ബാങ്കിൻ്റെ കഥ. CPM-ൻ്റെ MLA-യും മുൻ മന്ത്രിയും ഒക്കെയായ AC മൊയ്തീൻ ഈ ബാങ്ക് ഇടപാടിൽ അല്ലെങ്കിൽ ബാങ്കിൽ നടന്ന തിരിമറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന അരവിന്ദാക്ഷൻ തന്നെ പറഞ്ഞിട്ട് പോലും ED AC മൊയ്തീൻ MLA-യുടെ വീട്ടിലേക്ക് കയറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്തു തന്നെ പോകാൻ അവർക്ക് ധൈര്യം വന്നിട്ടില്ല. അതുപോലെ MK കണ്ണനെ പോലെയുള്ള CPM നേതാക്കൾക്ക് എതിരെ വ്യക്തമായ തെളിവുകൾ വന്നിട്ടും അങ്ങോട്ട് ED പോയിട്ടില്ല. സുരേഷ് ഗോപി അടക്കമുള്ളവർ സുരേഷ് ഗോപിയുടെ വാക്ക് കേട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കരുവന്നൂർ ബാങ്കിനെ പരാമർശിച്ചുകൊണ്ട് അതിൻ്റെ പ്രതികളെ പൊക്കും എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഒരു അരവിന്ദാക്ഷനിൽ, പാവം ഒരു ലോക്കൽ കമ്മിറ്റിയിലെ അരവിന്ദാക്ഷനിൽ ഒതുങ്ങി കരുവന്നൂർ ബാങ്ക്. അത്രയ്ക്കും സപ്പോർട്ടാണ് BJP CPM-നടക്കം നൽകുന്നത്. എന്നാൽ കോൺഗ്രസിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ EDയെ ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് BJP നേതൃത്വം. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ തമാശ, 7 വർഷമായി കൊണ്ടു നടന്നിട്ടും ഒടുവിൽ ഒരു തുമ്പുമില്ല എന്ന് കോടതി തള്ളിക്കളഞ്ഞൊരു കേസിലാണ് ഇപ്പോൾ ED അന്വേഷണം നടത്തുന്നത് എന്നാണ് വിവരം. മുൻ മുഖ്യമന്ത്രിയായ ഭൂപേഷ് ബാഗലിൻ്റെ മകൻ ചൈതന്യ ബാഗലിൻ്റെ വീട്ടിലും ED ഉദ്യോഗസ്ഥർ കയറിക്കഴിഞ്ഞു. മദ്യ അഴിമതിയുടെ ഒരു പങ്ക് ചൈതന്യക്കും ലഭിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. 2019 മുതൽ 22 വരെയുള്ള ഒരു കാലയളവിലാണ് അഴിമതി നടന്നത് എന്നാണ് ED പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ മദ്യ അഴിമതി സംസ്ഥാന ഖജനാവിന് വൻ നഷ്ടമുണ്ടാക്കിയതായും കുറ്റവാളികൾ ഏതാണ്ട് 2100 കോടിയിലേറെ രൂപ മദ്യനയ സിൻഡിക്കേറ്റിൻ്റെ ഗുണഭോക്താക്കളുടെ പോക്കറ്റുകൾ നിറച്ചതായും ED പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെയും നിരവധി ബിസിനസ്സുകാരെയും ED അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് എവിടെയും വ്യക്തമായിട്ടില്ല. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് MLA ആയിരുന്ന കവാസി ലഖ്മ, മകൻ ഹരീഷ്, കോൺഗ്രസ് നേതാവ് രാജു സാഹു എന്നിവരുടെ വീട്ടിലും റെയ്ഡ് നടത്തി ED. അവിടെ നിന്നും കാര്യമായതൊന്നും കണ്ടെത്താനുമായിട്ടില്ല. അങ്ങനെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നൊരു സംശയം വന്നതോടുകൂടിയാണ് ED റെയ്ഡ് ഇപ്പോൾ വ്യാപകമായി ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ജനകീയനായ ഭൂപേഷ് ബാഗലിനെ തന്നെ കയറിപ്പിടിച്ച് കോൺഗ്രസിനെ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുകയാണ്.